വെങ്കിടാചലപതി, തിരുപ്പതി ഭഗവാനെ, അങ്ങ് കുബേരനല്ലേ, എല്ലാം നിറഞ്ഞവനല്ലേ, അടിയങ്ങൾക്കും വാരിക്കോരി തരണേ, അനുഗ്രഹിക്കണേ. എന്റെ പറശ്ശിനിക്കടവ് വലിയ മുത്തപ്പ, സ്ഥിരം പറയാറുള്ളതേ ഇന്നും എനിക്ക് പറയാനുള്ളൂ. അങ്ങേക്ക് ബോറടിക്കൂന്ന് എനിക്കറിയാം, എന്ത് ചെയ്യാനാ. ഇന്നോടൊപ്പം ഉള്ളത് ഒരു ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ അല്ല, റിയാലിറ്റി ഷോ കണ്ടസ്റ്റന്റ് അല്ല, എല്ലാം ജനങ്ങൾക്കിടയിലും എന്തോ ഇഷ്ടമാണ് ഈ വ്യക്തി എല്ലാവർക്കും. അതോടൊപ്പം പെൺകുട്ടികളുടെ ഹരമാണ്. അമിതാഭ് ബച്ചൻ അല്ലെങ്കിൽ രജനികാന്ത്, കമലഹാസൻ, ശങ്കരാടി ആയിരിക്കും, ചിലപ്പോ തിക്കുറിശി ആയിരിക്കും. എല്ലാരും ഒന്ന് കൈയടിക്ക് പറയാം. മലയാള സിനിമയുടെ അഭിമാന ഭാജനവും കോളേജ് കുമാരികളുടെ സ്വപ്നകാമുകനും സ്വാഗതം ചെയ്യാം മുകേഷ് നായർ JD. ശ്രീമാൻ പച്ചക്കുളം വാസു. മുകേഷന്റെ ഓരോ ദിവസം കഴിയുമ്പോൾ ഉയർച്ച കൂടി കൂടി വരിക. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ഇന്ന് ഇന്ത്യയിലാണെങ്കിൽ നാളെ കേരളത്തിൽ, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ കോട്ടയത്ത്, മറ്റന്നാൾ USA-ലാണെങ്കിൽ പിറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ. 10 രൂപയ്ക്ക് ഒരു ദിവസം ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. അപ്പം 10 രൂപയുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ജീവിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സീരിയസ് ആയിട്ട് ഇതാ 250. ഇതൊന്നല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? ഇതൊരു 50, ഇതൊരു 50, 250 വരട്ടെ. ബാക്കി ആശ എന്നിട്ട് പോടോ. എന്റെ പൊന്ന് ചേട്ടായി, കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. ഇനി ഇവിടെ നിന്നാ പ്രശ്നമാവും. പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ചെറിയ ഗ്രാമങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയുടെ ആത്മാവ് ഇരിക്കുന്നതല്ല, നല്ല ഭക്ഷണത്തിന്റെ ആത്മാവ് ഇരിക്കുന്നത് എപ്പോഴും ചെറിയ കടകളാണ്. അതായിരുന്നു മഹാത്മാഗാന്ധികളുടെ സ്വപ്നം. ഭാരതത്തിന്റെ ആത്മാവ് കാണണമെങ്കിൽ നിങ്ങൾ ഗ്രാമങ്ങളിലേക്ക് പോകൂ എന്ന് നമ്മെ ആഹ്വാനം ചെയ്ത ആ മഹാൻ കണ്ട സ്വപ്നം എന്തായിരുന്നു ആ മഹാൻ കണ്ട സ്വപ്നം എന്നൊന്ന് പറഞ്ഞേ. 8 ലക്ഷം രൂപയോളം മാസം വരുമാനം മേടിച്ച് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞ് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചൊരു മനുഷ്യനാണ്. തീർച്ചയായിട്ടും എന്റെ ഒരു തിരുത്തുള്ള ജനങ്ങൾക്ക് വേണ്ടിയേക്കാൾ എനിക്ക് എന്റെ പാഷൻ എന്നുള്ളൊരു സാധനം. ഈ ഒരു അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. നമ്മള് ഒരു കമ്പനിയിൽ CEO ആയിട്ട് ജോലി ചെയ്തിരുന്നു. അത് ഒന്ന് നിന്ന് എനിക്ക് തല കറങ്ങുന്നു, ആളിറങ്ങുന്നു. ഇത്രയും വരുമാനം കിട്ടുന്ന ഒരു ജോലി ഇട്ടേച്ച് വരുന്ന സമയത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ, നിനക്ക് വട്ടാണോ, നിനക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? കോളേജിലേക്ക് കയറുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ബുള്ളറ്റ്. അന്നത് ബുള്ളറ്റ് ആണല്ലോ ഇപ്പോഴും എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി. കാലഘട്ടങ്ങൾ എത്ര പിന്നിട്ടാലും ബുള്ളറ്റിന്റെ ഒരു വില തന്നെ, അതിനൊന്നും മാറ്റി നിർത്താൻ പറ്റില്ല. ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്ന മുകേഷ് എന്ന് പറയുന്ന വ്യക്തി 1000-ഓളം അധികം ഇനാഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. 8 വർഷമായിട്ട് ഇതാണ് ഇനാഗ്രേഷൻ തന്നെ. ചെറിയ ചെറിയ ഷോപ്പുകൾ അങ്ങനെ കേരളം എന്ന സംസ്ഥാനം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം തുറന്നു വന്നൊക്കെ അടച്ചടച്ച് പോയിട്ടുണ്ട്. എവിടെ റിബൺ കണ്ടാലും കട്ടിയും. ഈ മെട്രോയുടെ പണിയുടെ അവർ വലിച്ചു കിട്ടിയില്ല, അത് മൊത്തം കട്ടി. ഏതൊരു ഇനാഗ്രേഷന് മുകേഷ് ഏട്ടൻ പോയാലും അവിടെയുള്ള എല്ലാവരുടെ ഫോട്ടോ എടുത്ത് ഉമ്മ കൊടുത്തിട്ട് വരത്തുള്ള നീക്കിയിട്ടുണ്ട്. ശരിയാണോ? എനിക്കൊരു ഉമ്മ തരുമോ? നമ്മളുടെ അടുത്ത് ഉമ്മൻ ചോദിച്ചാൽ കൊടുക്കും. ചിലർ ഉമ്മ വയ്ക്കാൻ ഇഷ്ടപ്പെട്ട് വരും. നമ്മൾ ഉമ്മ വയ്ക്കാൻ ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അത് എന്താ ഉമ്മ? അയ്യോ ചേച്ചി, അയ്യോ എന്തിനാ ചേച്ചി വിളിക്കുന്നേ? പിന്നെ പട്ടാപ്പകൽ അഭിമാനിയായ യുവതിയുടെ മുഖത്ത് നോക്കി ഉമ്മ ചോദിച്ചാൽ അയ്യോ ക്ലാര എന്നെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഉമ്മ ചോദിച്ചതല്ല. അത് ചോദിക്കത്തക്കുള്ളൊരു ബന്ധം നമ്മൾ തമ്മിൽ ഉരുത്തിരിഞ്ഞ് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. പുരുഷന്മാരെക്കാൾ ഏറെ മുകേഷിനെ സ്നേഹിക്കുന്ന സ്ത്രീകളാണ്. ഗോപാലകൃഷ്ണന്റെ അടുത്തേക്കാണല്ലോ ഈ പാദസരങ്ങൾ. ഹായ്, വെൽക്കം വെൽക്കം വെൽക്കം, ഹാർട്ടി വെൽക്കം, ഹാർട്ടി വെൽക്കം. ഈ ഫെയിം ആകണമെന്ന് ആഗ്രഹിക്കുന്ന പെൺകുട്ടികളെ മുകേഷ് ഫെയിം ആക്കി കൊടുക്കും. ഈ പെണ്ണുങ്ങളെ വളയ്ക്കണ വിദ്യയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? അത് എളുപ്പ വഴിയല്ലേ. എങ്ങനെ? ഈ മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം. പക്ഷെ ഇന്ന് എൻ്റെ മുന്നിൽ ഇരിക്കുന്ന പുള്ളിയോട് ഒരെണ്ണം അടിച്ചില്ലെങ്കിൽ ശരിയാവത്തില്ലല്ലേ? കൊള്ളാമല്ലോ, ആളല്ലേ. ശരിക്കും സിപ്പായിട്ടാണോ അടിക്കേണ്ടത്, ഒറ്റ അടിക്കാണോ അടിക്കേണ്ടത്? അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില ആളുകൾ കള്ളു കുടിച്ച വളവളാന്ന് സംസാരിക്കും.
ചിലരപ്പൊ തന്നെ ഓടുന്നങ്ങ് ഉറങ്ങും, ചിലര് കിടുകിടാന്ന് പറഞ്ഞോണ്ട് എന്തെങ്കിലും പറഞ്ഞോണ്ടിരിക്കും. കൂടുതലും ഞാൻ വെള്ളം ചേർക്കാതെ അടിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇനി വേണം ഒന്ന് ഖുഷിയാകാൻ. സോഡ വേണ്ട, ലൈൻ ക്ലിയർ ആകട്ടെ. പക്ഷേ ഫസ്റ്റ് ബാക്ക് എൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എടുത്ത് വെച്ചൊരു ഒറ്റ ബാക്കിൽ ഇങ്ങനെ ഉള്ളൊന്ന് കുളിരാനല്ലേ ചേട്ടാ രാവിലെ നമ്മളത് കുടിക്കുന്നത്. മൊത്തം എല്ലായിടവും നനഞ്ഞു കിട്ടണമെങ്കിൽ ഇത്രയെങ്കിലും വേണം. കേരള സർക്കാർ ഇന്നും മാന്യമായിട്ട് ജീവിച്ചു പോകുന്നത്, ശമ്പളം കൊടുക്കുന്നത് ഈ ഒരൊറ്റ വരുമാനം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ പറ്റുമോ? തീർച്ചയായിട്ടും. എന്നിട്ടും ഇവിടെ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ രണ്ടെണ്ണം അടിക്കുന്നവന്റെ പേരിൽ ഇതിന്റെ വിലയും കൂട്ടി ടാക്സും കൂട്ടി അമിത ഭാരം ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ശമ്പളവും ബോണസും ഭത്തിയും ഒക്കെ മേടിക്കുന്നത് ഞങ്ങൾ കള്ളുപിടിച്ചോണ്ടാ. ഞങ്ങളെ മനുഷ്യരാണെന്ന് നിങ്ങൾ കണ്ടു. ഞാനിപ്പോൾ കുറേ നാളെ ബ്യൂറേസിലൊക്കെ പോയി. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ കൊതിയോ ഇങ്ങനെ ഇറങ്ങി വാങ്ങിക്കാനായിട്ട്. അവർക്ക് ഞാൻ പോകാറുണ്ട്, ഇറങ്ങി നോക്കാറുണ്ട്. പ്രീമിയം കൗണ്ടർ അല്ലാത്ത നോർമൽ കൗണ്ടറിൽ പോകണം. പോകുമ്പോഴേ ഒരു കുടിയൻ്റെ വിഷമം മനസ്സിലാവും. വൃത്തിയില്ലാത്ത സ്ഥലം. ഒരു സാധനം മേടിക്കാൻ വരാൻ വഴിയൊക്കെ വയ്യുണ്ടാ, പിടിഞ്ഞ വയ്യല്ലേ? എങ്ങനെ വന്നിനി ഒരു വന്നാലോ? പൈസ ഒന്നും ഇല്ലാതെ എന്തോ ഫ്രീ ആയിട്ട് തരുമ്പോ അല്ലാതെ കണ്ണു സർക്കാരിന്റെ ഞങ്ങൾ അധ്വാനിക്കണ പൈസ എന്നെ മര്യാദ പഠിപ്പിക്കാതെ കൊണ്ടുപോയി മോന്തട ഊളെ സാറേ കുറച്ചുകൂടെ സഭ്യമായിട്ട് നിങ്ങൾ സംസാരിക്കും. അയ്യോ സാറേ ഈ അമൃത് കൊണ്ടുപോയിട്ട് കുടിച്ചിട്ട് പീഡിയറാത്ത് കിടക്കാനല്ലേ നിന്നെ ഞാൻ തൊഴാടാ. നമ്മളെയൊക്കെ ഒരു ഗതിയുടെ കയ്യിരിക്കണ കാശ് കൊടുത്ത് കുടിച്ചിട്ട് അവരെ വായിരിക്കണ ഞാൻ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചാണല്ലോ ഇവിടെ വന്ന് മേടിച്ച് കുടിക്കടാന്നും പറഞ്ഞു. കൊണ്ടുപോയി പൂച്ചിട്ട് വല്ലോടത്തും നടയടാ വർത്താനം പറയാൻ നടക്കണം. അപ്പെല്ലാം പറഞ്ഞു. അടുത്ത മാസം മലയാള മാസം 1-ാം തീയതി വീണ്ടും കൂട്ടി. നന്ദിയില്ലാത്ത പട്ടികളെ മക്കളെ. അവൻ എന്താ പറഞ്ഞെന്നറിയാമോ? നീ നന്ദിയില്ലാത്ത പട്ടിയാണെന്ന്.